നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് 71.16% പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗ് ശതമാനത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്നത് ശനിയാഴ്ച ഉച്ചയോടെ. പാലക്കാട് ലോക്സഭാ മണ്ഡലം 72.83 പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയപ്പോൾ ആലത്തൂരിൽ 72.85% പോളിംഗ്. രണ്ടിടങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് 72.20. പോളിംഗ് ശതമാനം കുറവാണെങ്കിലും വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. കൂടുതൽ കരുത്തുകാട്ടി മികച്ച വിജയം നേടുമെന്ന് NDA ക്യാമ്പ്. തൃശൂരിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്നും ക്രോസ് വോട്ടിംഗ് ആരോപണത്തിന് മറുപടി പറയുന്നില്ലെന്നും സുരേഷ് ഗോപി. ശവക്കല്ലറയിൽ നിന്ന് വന്ന് ആരും തൃശൂരിൽ വോട്ട് ചെയ്തിട്ടില്ലെന്നും നിയമപരമായി നടപടി പൂർത്തിയാക്കിയവരാണ് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളതെന്നും സുരേഷ് ഗോപി. തൃശൂരിൽ UDF വിജയിക്കുമെന്നും BJPയുമായി ഡീൽ നടന്നിട്ടില്ലെങ്കിൽ CPI 2ാം സ്ഥാനത്തെത്തുമെന്നും K മുരളീധരൻ. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളുടെ അമിതവേഗത തടയിടാൻ ഹമ്പ് സ്ഥാപിച്ചു. നടപടി ബസ്സുകളുടെ വേഗത കുറച്ച് യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി. സുരക്ഷ ഒരുക്കാൻ തീരുമാനിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ക്രമീകരണ സമിതി യോഗത്തിൽ. ഭാരതപ്പുഴയിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. പുനർനിർമ്മിക്കുന്നത് ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന മേൽപ്പാലം. മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി ഉരുക്കു ഗാർഡറുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം പോളിംഗ് വൈകി കഴിഞ്ഞതിനെ തുടർന്ന് സംസ്ഥാനത്ത് പോളിംഗ് ശതമാനത്തിന്റെ ചിത്രം തെളിഞ്ഞു. ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് പോളിംഗ് ശതമാനത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്നത്. സംസ്ഥാനത്ത് ആകെ 71.16% പോളിംഗ് രേഖപ്പെടുത്തി. ശതമാനത്തിൽ ഇത്തവണ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 72.83% രേഖപ്പെടുത്തിയപ്പോൾ ആലത്തൂരിൽ 72.85% പോളിംഗ് രേഖപ്പെടുത്തി. രണ്ടിടങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ 5-8% പോളിംഗ് കുറവ് വന്നിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 72.20% പോളിംഗ് രേഖപ്പെടുത്തി. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നേരിയ തോതിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിലും വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് VK ശ്രീകണ്ഠൻ വിജയിക്കുമെന്ന് UDF പട്ടാമ്പി നിയോജക മണ്ഡലം ചെയർമാൻ KP വാപ്പുട്ടി പറഞ്ഞു. പാലക്കാട് തിരിച്ചുപിടിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തോടെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ വിജയിക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDF പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി NP വിനയ്കുമാർ പറഞ്ഞു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ 72.83% പോളിംഗ് രേഖപ്പെടുത്തി. ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവ്. എന്നിരുന്നാലും വിജയപ്രതീക്ഷയിലാണ് മുന്നണി നേതാക്കൾ. പോളിംഗ് ശതമാനം കുറവ് UDFന്റെ വിജയത്തെ ബാധിക്കില്ലെന്ന് UDF പട്ടാമ്പി നിയോജകമണ്ഡലം ചെയർമാൻ KP വാപ്പുട്ടി പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് VK ശ്രീകണ്ഠന്റെ വിജയമുണ്ടാകും. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ സമീപനം, ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന തെറ്റായ സമീപനം എന്നിവ UDFന് വോട്ടായി മാറുമെന്നും KP വാപ്പുട്ടി STVയോട് പറഞ്ഞു. UDFന് ഒരിക്കലും അത് ബാധിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ വോട്ടിങ്ങിൽ നടന്ന വളരെ ഒന്നാമത് ചില ബൂത്തിലൊക്കെ വൈകിട്ടാണ് നടന്നിരിക്കുന്നത്. തന്നെയല്ല അതിൻ്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്നു. പല ആളുകളും ബൂത്തിൽ വന്നിട്ട് 2-3 പ്രാവശ്യം വന്ന് ആളെ ക്യൂ കണ്ടതിന് ശേഷം മടങ്ങിപ്പോയിട്ടുണ്ട്. കുറച്ച് ആളുകൾ വരാതെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ തന്നെ പൊള്ളയി ബൂത്തിൽ തന്നെ 8 മണിയായിരുന്നു ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അത് ഒരു പ്രധാന കാരണമാണ്. കാരണം ജനങ്ങൾ വന്നിട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതില്ല. 6 മണിയാകുമ്പോഴത്തേന് എല്ലാം കഴിഞ്ഞിരുന്നു. ഇപ്രാവശ്യം ഒരു പ്രധാന കാരണം വോട്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം. മെഷീൻ്റെ വളരെ കഴിഞ്ഞ തവണത്തെക്കാട്ടും ഭൂരിപക്ഷത്തിന് വിജയിക്കുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും നന്നായിട്ട് ഭൂരിപക്ഷത്തിന് വിജയിക്കും, യാതൊരു സംശയമില്ല. പോളിംഗ് പ്രവർത്തനം മന്ദഗതിയിലായിരുന്നതിനെക്കുറിച്ചും KP വാപ്പുട്ടി വിമർശിച്ചു. അതേസമയം വലിയ വിജയപ്രതീക്ഷയിലാണ് ഇടതു നേതാക്കൾ. പാലക്കാട് മണ്ഡലം LDF തിരിച്ചുപിടിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ വിജയിക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി NP വിനയ്കുമാർ STVയോട് പറഞ്ഞു. കേരളത്തിൽ ഇടതു തരംഗമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവേകപൂർവമായ ഒരു ജനവിധിയാണ് ഉണ്ടാക്കാൻ ജനങ്ങൾ തയ്യാറായിട്ടുള്ളത് എന്നാണ് ഇന്നലെ പോളിംഗ് കേന്ദ്രത്തിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. വോട്ടിംഗ് യന്ത്രം സ്പീഡ് കമ്മിയായത് കാരണം പല ബൂത്തുകളിലും രാത്രിയേറെ വൈകുന്നത് വരെ വോട്ട് നടന്നെങ്കിൽ പോലും മൊത്തം പോളിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ 2019 വളരെ കുറവാണ്.
ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായ പൊതുസ്ഥിതിയാണ് കേരളത്തിലുടനീളം കാണാൻ വേണ്ടി കഴിഞ്ഞത്. പാലക്കാട് നല്ല ഭൂരിപക്ഷത്തിന് വിജയരാഘവൻ തിരഞ്ഞെടുക്കപ്പെടും. 2019 നേരിയ കുറവാണ് ഇത്തവണ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. എന്നിരുന്നാലും വിജയപ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. തൃശൂർ മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് NDA സ്ഥാനാർത്ഥി. ശവക്കല്ലറയിൽ നിന്ന് വന്ന് ആരും തൃശൂരിൽ വോട്ട് ചെയ്തിട്ടില്ലെന്നും ക്രോസ് വോട്ടിംഗ് ആരോപണത്തിന് മറുപടി പറയുന്നില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശൂർ പൂരം ദിവസമുള്ള പോലീസ് നടപടി മുകളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ നടക്കുമെന്ന് കരുതുന്നില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഈ ശവക്കല്ലറയിൽ നിന്നും ആരും വന്ന് വോട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അതാണല്ലോ അവരുടെ പാരമ്പര്യം. വർഷങ്ങളായിട്ട് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോയി കളക്ടറോട് ലിസ്റ്റ് ചോദിക്കും. ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് ജനാധിപത്യം പറയുന്നത്. ഞാൻ വ്യക്തമായി അന്നേ പറഞ്ഞു, ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല. ഒരു കാക്കിയിട്ടയാളും, അത് DGP ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെ തൃശ്ശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെൻറ് തലത്തിൽ വരുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ, ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ. അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും. തൃശൂരിൽ UDF വിജയിക്കുമെന്ന് K മുരളീധരൻ. BJPയുമായി ഡീൽ ഇല്ലെങ്കിൽ CPI 2ാം സ്ഥാനത്ത് വരും. തോറ്റാൽ താൻ തൃശൂരിൽ കെട്ടിക്കിടക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. സിനിമ നടനെ കാണുമ്പോൾ ആളുകൾക്ക് കൗതുകം ഉണ്ടാകും, എന്നാൽ അതൊന്നും വോട്ടാകില്ല. ഒരിടത്ത് പോലും ജയിക്കാത്ത പത്മജയാണ് താൻ തോൽക്കുമെന്ന് പറയുന്നതെന്നും മുരളീധരൻ പരിഹസിച്ചു. കരുണാകരൻ ഇന്നും സൂര്യതേജസ്സോടെ നിൽക്കുന്ന വ്യക്തിത്വമാണെന്നും അത് നോക്കിയിട്ട് ആരും കുരച്ചിട്ട് കാര്യമില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് മോശമാണെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും. അതല്ലാതെ ഈ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്കൊരു തലവേദന ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് ആദ്യമില്ല. ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കിടന്ന് ജയിക്കുന്നവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കും. ഞാൻ അങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല. പിന്നെ സ്ത്രീകളും ചെറുപ്പക്കാരൊക്കെ ഒരു സിനിമാ നടനെ തൊട്ടടുത്ത് കാണുമ്പോൾ കുറച്ചൊക്കെ അടുത്ത് കൂടും, സെൽഫി എടുക്കും. സെൽഫി എടുത്ത് വോട്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും. അതുകൊണ്ട് കാണാൻ വരുന്നവരും ടാറ്റ കാണിക്കുന്നവരെയൊക്കെ കണക്കെടുത്തിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടോ? പരിഹസിക്കേണ്ടവർ പരിഹസിക്കട്ടെ. ഏതായാലും K കരുണാകരൻ്റെ വ്യക്തിത്വം ഇടിച്ചു താഴ്ത്താൻ ലോകത്ത് ആർക്കും കഴിയും. അദ്ദേഹം ഉദിച്ചുയർന്ന ഇന്നും മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ വരെ ഉദിച്ചുയരുന്ന സ്വീകരണമില്ല. ഭാരതപ്പുഴയിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ പാലമാണ് പുനർനിർമ്മിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ 4 മണി മുതലാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. തൂണുകൾക്ക് കുഴപ്പമില്ലാത്തതിനാൽ അത് നിലനിർത്തും. റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉരുക്ക് ഗർഡറുകൾ പഴയത് മാറ്റി പുതിയത് വലിയ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയാണ്. ദിവസത്തിൽ 2-3 ഗർഡറുകളാണ് മാറ്റുന്നത്. പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ട്രെയിൻ സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തും. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. ഭാരതപ്പുഴയിൽ ആളിയാടാൻ തുറന്നതിനാൽ ഏതു നിമിഷവും വെള്ളം വരാനുള്ള സാധ്യതയുമുണ്ട്. ഉരുക്കു ഗർഡറുകൾ ഉയർത്തിഘടിപ്പിക്കുന്നതിനായി വലിയ ക്രെയിൻ സംവിധാനങ്ങൾ കൊണ്ടുവന്നതിനെ തുടർന്നാണ് പുഴയ്ക്ക് കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളുടെ അമിത വേഗത തടയാൻ ഹമ്പ് സ്ഥാപിച്ചു. ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അപകടങ്ങൾക്ക് തടയിടാനായി ഹമ്പുകൾ സ്ഥാപിക്കണമെന്ന 2019 നാറ്റ്പാക്ക് നിർദ്ദേശം നടപ്പിലാക്കുന്നത് വർഷങ്ങൾക്കിപ്പുറം. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ക്രമീകരണ സമിതിയാണ് സുരക്ഷയൊരുക്കാൻ തീരുമാനിച്ചത്. ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ ഇറക്കം കഴിഞ്ഞ ശേഷം നീളത്തിലാണ് ഹമ്പ് സ്ഥാപിച്ചത്. ബസ് സ്റ്റാൻഡിലെ ബസ്സുകളുടെ വേഗം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ഭൂരിഭാഗം ബസ്സുകളും സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചയുടൻ വേഗത കൂട്ടുന്ന പ്രവണതയുണ്ട്. പ്രവേശന ഭാഗത്ത് ഇറക്കം കൂടിയായതിനാൽ സ്വാഭാവികമായി വേഗം കൂട്ടാനും സാധ്യതയുണ്ട്.
നഗരസഭ മുൻകൈയെടുത്താണ് ഹമ്പ് സ്ഥാപിച്ചത്. 2019 നാറ്റ്പാക്കിന്റെ പഠനത്തിൽ ഹമ്പുകൾ ഒരുക്കുന്നതിന് നിർദ്ദേശമുണ്ടായിരുന്നു. അന്നത് നടപ്പാക്കിയിരുന്നില്ല. ഇപ്പോൾ സ്റ്റാൻഡിൽ വെച്ച് അതിഥി തൊഴിലാളി ബസ്സിടിച്ച് മരിക്കുന്ന സ്ഥിതി ഉണ്ടായതോടെയാണ് ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഇതിനകം നിരവധി അപകടങ്ങളാണ് ബസ് സ്റ്റാൻഡിൽ നടന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വോട്ടെടുപ്പിന് ശേഷം പാലക്കാട്, മലമ്പുഴ നിയോജക മണ്ഡലങ്ങളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, ഒബ്സർവർമാർ, ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ പി ജയകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂമിലെത്തിച്ച് റൂം സീൽ ചെയ്തു. ചാലക്കുടി നഗരസഭയുടെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറകുവശം പ്രവർത്തിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ സെന്ററിലാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ വൻ തീപിടുത്തമുണ്ടായത്. ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി, അങ്കമാലി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം ദീർഘനേരം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് വൈകുന്നേരം 4 മണിയോടുകൂടി തീ നിയന്ത്രണ വിധേയമാക്കിയത്. യാത്രാ ദുരിതത്തിന് അറുതി കാത്ത് കോട്ടായി പഞ്ചായത്തിലെ മുല്ലക്കര നിവാസികൾ. വാവുള്ളിയിൽ നിന്നും മുല്ലക്കരയിലേക്കുള്ള 50 മീറ്റർ റോഡാണ് 5 വർഷമായിട്ടും പണി പൂർത്തീകരിക്കാനാകാതെ നീളുന്നത്. മുല്ലക്കര റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തതിനാൽ നിലവിൽ മുല്ലക്കരയിലേക്ക് എത്തണമെങ്കിൽ പെരുംകുളങ്ങര, ചേന്തംകാട് വഴി കിലോമീറ്ററുകൾ താണ്ടണം. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമാണ്. മഴയില്ലാതെ കേരളം വെന്തുരുകുമ്പോൾ മഴയ്ക്കായി പള്ളിയിൽ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടത്തി. പത്തിരിപ്പാല മക്ക മസ്ജിദിലാണ് മഴയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നമസ്കാരവും നടന്നത്. പ്രാർത്ഥനകൾക്ക് നജീബ് മാങ്കുർശി നേതൃത്വം നൽകി. ഒറ്റപ്പാലം പാലപ്പുറം SRK നഗറിലുള്ള ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ദേശക്കളം പാട്ടിന് ഏപ്രിൽ 30 തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിനക്കത്തൂർ തട്ടകത്തിലെ പാലപ്പുറം, പല്ലാർമംഗലം, മീറ്റ്ന, എറക്കോട്ടരി എന്നീ ദേശങ്ങൾ ചേർന്നാണ് 4 ദിവസം നീണ്ടുനിൽക്കുന്ന ദേശക്കളംപാട്ട് നടത്തുന്നത്. 30 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് 4 ദേശങ്ങളും ചേർന്ന് ദേശക്കളംപാട്ടിന് നേതൃത്വം നൽകുന്ന മീറ്റ്ന ദേശത്തെ മുല്ലക്കൽ ചോപ്പന്മാരെ ദേശക്കളം പാട്ടുപന്തലിലേക്ക് ആനയിക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. വാദ്യഘോഷങ്ങളുടെയും ചിനക്കത്തൂർക്കാവ്, നീലിക്കാവ്, ശ്രീകുറുമ്പക്കാവ് കോമരങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടിയാണ് സ്വീകരണം നൽകുക. മീറ്റ്ന മുല്ലക്കൽ തറവാട്ടിലെ രാഘവൻ ചോപ്പനാണ് ദേശക്കളംപാട്ടിന് നേതൃത്വം വഹിക്കുന്നത്. കൂടാതെ 15 പേർ അദ്ദേഹത്തിന് സഹായത്തിനുമുണ്ടാകും. തുടർന്ന് മെയ് 1-ാം തീയതി രാവിലെ കളംപൂജയോടുകൂടി പാട്ടുചടങ്ങുകൾ ആരംഭിക്കും. 2-ന് രാവിലെ ഉദ്യാസ്തമന പാട്ട്. രാത്രി 9 മണിക്ക് മധുകുംഭം അനുഗമിക്കുന്നതിന് വേണ്ടി ദേശക്കാരും ചോപ്പന്മാരും കൂടി പല്ലാർമംഗലം കൊടുങ്ങയിൽ തറവാട്ടിലേക്ക് പുറപ്പെടും. രാത്രി 11 മണിക്ക് മധുകുംഭം വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി നൃത്തച്ചുവടുമായി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. തുടർന്ന് പൂജാതി കർമ്മങ്ങളും പാട്ടും ആരംഭിക്കും. ദേശക്കളംപാട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ ചടങ്ങാണ് തെണ്ട് നീക്കൽ. 3-ന് രാവിലെ ഗുരുതികർമ്മങ്ങൾക്ക് ശേഷമാണ് ദേശക്കളംപാട്ടിന്റെ പ്രധാന ചടങ്ങായ തെണ്ട് നീക്കൽ ചടങ്ങ് നടക്കുന്നത്. ഭയജന്യമായ തെണ്ട് നീക്കം അവസാനിക്കുക ഭാരതപ്പുഴയിലാണ്. പുഴയിൽ തെണ്ട് സ്ഥാപിച്ച് ശ്രീകുറുമ്പ കോമരത്തിന്റെ നേതൃത്വത്തിൽ കാരണവരായ ചോപ്പൻ വെളിച്ചപ്പാടും നീലിക്കാവ്, ചിനക്കത്തൂർക്കാവ് എന്നീ ക്ഷേത്രങ്ങളിലെ കോമരങ്ങളും കൂടി തെണ്ടുവാളുകൊണ്ട് വെട്ടിമുറിച്ച് ഒഴുക്കുന്ന ചടങ്ങാണിത്. ദേശക്കളംപാട്ട് നടക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദീപാരാധന, നാഗസ്വരം, തായമ്പക എന്നിവ ഉണ്ടായിരിക്കും. 12 വർഷം കൂടുമ്പോഴാണ് ദേശക്കളംപാട്ട് നടത്തുന്നത്. ഇതിനു മുൻപ് 2011-ലാണ് ദേശക്കളംപാട്ട് നടന്നത്. കളംപാട്ട് കമ്മിറ്റി പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പുത്തൻവീട്ടിൽ ശശിധരൻ, ട്രഷറർ K ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ C സൂരജ്, K പ്രഹ്ലാദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശക്കളംപാട്ട് 2024 ഏപ്രിൽ മാസം 30-ന് തുടങ്ങിയിരിക്കുകയാണ്. ചെറുപ്പത്തൂർ തട്ടത്തിൽ പാലപ്പുറം, പല്ലാർമംഗലം, മീറ്റ്ന, എറക്കോട്ടരി എന്നീ ദേശങ്ങളാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശക്കളംപാട്ട് നടത്തുന്നത്. 30/4/2024 ഉച്ച കഴിഞ്ഞ് 3-ന് 4 ദേശങ്ങളും ചേർന്ന് ദേശക്കളംപാട്ടിന് നേതൃത്വം നൽകുന്ന മീറ്റ്ന ദേശത്തെ മുല്ലക്കൽ ചോപ്പന്മാരെ ദേശക്കളംപാട്ട് പന്തലിലേക്ക് ആനയിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. വാദ്യാഘോഷങ്ങളോടെയും ചിനക്കത്തൂർ കാവ്, നീലിക്കാവ്, ശ്രീകുറുമ്പക്കാവ് കോമരങ്ങളുടെയും അകമ്പടികളിലൂടെയാണ് സ്വീകരണം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഗുരുകൃപ കഥകളി വിദ്യാലയത്തിന്റെ 3-ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന കഥകളി ഉത്സവത്തിന് തുടക്കമായി. കലാമണ്ഡലം സോമൻ ആശാന്റെ കീഴിൽ കഥകളി അഭ്യസിച്ചവരാണ് 2 ദിവസങ്ങളിലായി അരങ്ങിലെത്തുന്നത്. കിർമീരവധം, കല്യാണ സൗഗന്ധികം, ലവണാസുരവധം, സുഭദ്രാഹരണം, നരകാസുരവധം, രാവണോത്ഭവം കഥകൾ അരങ്ങിലെത്തി.
ഞായറാഴ്ച രാവിലെ 9-ന് പൂതനാമോക്ഷം, കാലകേയവധം, പുറപ്പാട് അരങ്ങേറ്റം, രാജസൂയം, ദുര്യോധനവധം കഥകൾ അരങ്ങേറും. ഉച്ചകഴിഞ്ഞ് 3:30-ന് പൊതുയോഗവും പുരസ്കാര വിതരണവും കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, കലാമണ്ഡലം ശിവൻ നമ്പൂതിരി എന്നിവർ പങ്കെടുക്കും. ദശമുഖം പുരസ്കാരം കലാമണ്ഡലം കൃഷ്ണദാസിനും രമണീയം പുരസ്കാരം കലാമണ്ഡലം ഹരിദാസിനും സമ്മാനിക്കും. വിവിധ എൻഡോമെന്റ് വിതരണവും നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഈ അവധിക്കാലത്ത് ഇന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരമൊരുക്കി ഭാരത സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് IRCTCയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ടൂർ പാക്കേജുകളാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് ജോയിന്റ് ജനറൽ മാനേജർ സാം ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാശി, അയോധ്യ എന്നിവിടങ്ങളിൽ സന്ദർശിക്കാൻ ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിനാണ് പ്രത്യേകമായി വിഭാവനം ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്ന് മെയ് 18-ന് പുറപ്പെടുന്ന ഈ പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിൻ 8 ദിവസത്തെ യാത്രയ്ക്കു ശേഷം മെയ് 25-ന് മടങ്ങിയെത്തുന്ന രീതിയിലാണ് ക്രമീകരണം. കാശി വിശ്വനാഥ ക്ഷേത്രം, സാരനാഥ ക്ഷേത്രം, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശിക്കാവുന്നതാണ്. സ്ലീപ്പർ ക്ലാസ് ട്രെയിൻ യാത്ര, യാത്രക്കാർക്ക് non-AC വാഹനം, non-AC ഹോട്ടലുകളിൽ താമസ സൗകര്യം, 3 നേരവും വെജിറ്റേറിയൻ ഭക്ഷണം, ടൂർ എസ്കോർട്ട്, സെക്യൂരിറ്റി എന്നിവരുടെ സേവനം, യാത്രാ ഇൻഷുറൻസ് എന്നിവ യാത്രയിൽ ഉൾപ്പെടുന്നു. യാത്ര മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് കൊച്ചുവേളി, കൊല്ലം, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, തൃശൂർ, ഒറ്റപ്പാലം, പാലക്കാട് എന്നീ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ പ്രവേശിക്കാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഭാരത് ഗൗരവ് ട്രെയിനിന്റെ പാക്കേജ്. കോച്ച് വന്നിട്ട് മിക്കവാറും പഴയ കോച്ച് പോലെയല്ല, പുതിയ കോച്ചുകളാണ്. കുറച്ച് വൃത്തിയും ഏറ്റവും ബ്രാൻഡ് ന്യൂ കോച്ചസിന്റെ ലെവലിലുള്ള കോച്ചുകൾ 23-24 കോച്ചുകളൊക്കെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് കോച്ചിന്റെ കാര്യത്തിലോ പിന്നെ കോച്ച് ടോയ്ലറ്റ്സ് എന്ന് പറയുന്നത് 3 ടോയ്ലറ്റ്സ് വെസ്റ്റേൺ ആയിരിക്കും ഇപ്പോഴത്തെ ആൾക്കാരുടെ സൗകര്യം. കാരണം ഞങ്ങളുടെ ക്ലൈന്റ് ബേസ് മിക്കവാറും സീനിയർ സിറ്റിസണുണ്ട്, അവരുടെ സൗകര്യാർത്ഥമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. മോഡിഫൈഡ് കോച്ചസ് ആണ് ഇത് വരുന്നത്. 18,060 രൂപയാണ് ഒരാൾക്കുള്ള യാത്രാ ചിലവ്. കൂടാതെ വിവിധ വിമാനയാത്രാ പാക്കേജുകളും IRCTC ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ദ്വിദിന വേനൽക്കാല ക്യാമ്പിന് തുടക്കമായി. കലീക 2024 എന്ന പേരിൽ വരിക്കാശ്ശേരി മനയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ക്യാമ്പ് മിന്നൽ മുരളി ചിത്രത്തിലൂടെ പ്രശസ്തനായ മാസ്റ്റർ വസിഷ്ഠ് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ക്യാമ്പുകൾ നല്ല ഇഷ്ടമാണ്. ഞാൻ കുറേ എണ്ണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പങ്കെടുത്തത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നാടക ക്യാമ്പിലാണ്, ജനഭേരി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇതായിട്ടൊരു നാടകം ചെയ്തിരുന്നു, മരത്തലയെന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ ആദ്യം ചെയ്ത നാടകം. അവരുടെ തന്നെ കുറത്തി പറഞ്ഞൊരു വലിയ നാടകത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ ലവേഷൻ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിഷന്റെ കാസ്റ്റിംഗ് കോൾ കണ്ടപ്പോൾ ഞാൻ പോയത്. സേവാഭാരതി വനിതാവേദി പ്രസിഡന്റ് MP മായാദേവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഗിരിജ P നായർ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ജഗത് ലാൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി ഷീജ യോഗത്തിൽ നന്ദി അറിയിച്ചു. സേവാഭാരതി വനിതാവേദി രക്ഷാധികാരി ഡോക്ടർ ഇന്ദിര ഗംഗാധരനാണ് ക്യാമ്പിന്റെ കോർഡിനേറ്റർ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 5 വർഷത്തിലേറെയായി ഉപയോഗശൂന്യമായി കിടന്ന കുളം ശുചീകരിക്കാനൊരുങ്ങി പ്രദേശവാസികൾ. 70 വർഷത്തിലേറെ പഴക്കമുള്ള കല്ലൂർ നടുവിൽ മഠം ദേവസ്വത്തിന്റെ 1.5 ഏക്കർ വിസ്തൃതിയിലുള്ള കല്ലൂർ പഴങ്ങോട്ട് കുളമാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ശുചീകരിക്കുന്നത്. ശുചീകരണ പ്രവൃത്തികൾക്ക് ശനിയാഴ്ച തുടക്കമായി. 5 വർഷം മുൻപ് വരെ ആയിരക്കണക്കിന് ആളുകൾ കുളിക്കാനും അലക്കാനുമായി ഇവിടെ എത്തിയിരുന്നു. എന്നാൽ ചണ്ടിയും ചേറും നിറഞ്ഞ് വെള്ളം മലിനമായതോടെയാണ് കുളിക്കാൻ കഴിയാതെയായത്. ദേവസ്വത്തിൽ വേണ്ടത്ര ഫണ്ടില്ലാത്തതിനാൽ ഇതുവരെ കുളം ശുചീകരണവും നടന്നില്ല. മേഖലയിലെ ജലക്ഷാമം രൂക്ഷമായതോടെയാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത്. മങ്കര, കല്ലൂർ, കണ്ണമ്പരിയാരം, കേരളശ്ശേരി എന്നിവിടങ്ങളിലെ 1000-ഓളം കുടുംബങ്ങളുടെ ആശ്രയമായിരുന്നു ഈ കുളം. വേനലിൽ പോലും വറ്റാത്ത കുളമാണിത്. ശുചീകരിക്കാൻ ഏകദേശം 5 ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്ന പ്രതീക്ഷയിലാണെന്നും നാട്ടുകാരുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്നും നേതൃത്വം വഹിക്കുന്ന അഡ്വക്കേറ്റ് VV ശിവരാമൻ STVയോട് പറഞ്ഞു. നിലവിൽ JCB ഉപയോഗിച്ച് ചെളി കലക്കി പുറത്തേക്ക് തള്ളുകയാണ്. പൂർത്തിയാക്കാൻ 2-3 ദിവസമെടുക്കും. കുറേ വർഷങ്ങളായി തിരിഞ്ഞു തീർന്ന് കിടക്കുകയാണ്. പല അധികാര സ്ഥാപനങ്ങളിലും നോക്കിയെങ്കിലും അതൊന്ന് നേരാക്കി കിട്ടാൻ നോക്കിയെങ്കിലും ആരും തന്നെ തയ്യാറാവാത്ത കാരണം ഇവിടുത്തെ സമീപവാസികൾ തന്നെ ഇത് നേരാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് തയ്യാറെടുത്ത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. സുമാർ ഒരു 5 ലക്ഷത്തോളം രൂപ
നിലവാണ് പ്രതീക്ഷിക്കുന്നത്. കുളം ശുചീകരണം കാണാൻ നിരവധി പ്രദേശവാസികളാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് 71.16% പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗ് ശതമാനത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്നത് ശനിയാഴ്ച ഉച്ചയോടെ. പാലക്കാട് ലോക്സഭാ മണ്ഡലം 72.83 പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയപ്പോൾ ആലത്തൂരിൽ 72.85% പോളിംഗ്. രണ്ടിടങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് 72.20. പോളിംഗ് ശതമാനം കുറവാണെങ്കിലും വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. കൂടുതൽ കരുത്തുകാട്ടി മികച്ച വിജയം നേടുമെന്ന് NDA ക്യാമ്പ്. തൃശൂരിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്നും ക്രോസ് വോട്ടിംഗ് ആരോപണത്തിന് മറുപടി പറയുന്നില്ലെന്നും സുരേഷ് ഗോപി. ശവക്കല്ലറയിൽ നിന്ന് വന്ന് ആരും തൃശൂരിൽ വോട്ട് ചെയ്തിട്ടില്ലെന്നും നിയമപരമായി നടപടി പൂർത്തിയാക്കിയവരാണ് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളതെന്നും സുരേഷ് ഗോപി. തൃശൂരിൽ UDF വിജയിക്കുമെന്നും BJPയുമായി ഡീൽ നടന്നിട്ടില്ലെങ്കിൽ CPI 2ാം സ്ഥാനത്തെത്തുമെന്നും K മുരളീധരൻ. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളുടെ അമിതവേഗത തടയിടാൻ ഹമ്പ് സ്ഥാപിച്ചു. നടപടി ബസ്സുകളുടെ വേഗത കുറച്ച് യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി. സുരക്ഷ ഒരുക്കാൻ തീരുമാനിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ക്രമീകരണ സമിതി യോഗത്തിൽ. ഭാരതപ്പുഴയിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. പുനർനിർമ്മിക്കുന്നത് ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന മേൽപ്പാലം. മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി ഉരുക്കു ഗാർഡറുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.